ചാവക്കാട് എടക്കഴിയൂരിൽ നിരോധിത ലഹരി ഉൽപ്പന്നം ഉപയോഗിച്ചയാളെ കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിച്ച എക്സൈസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പ്രതികൾ അറസ്റ്റിൽ. എടക്കഴിയൂർ കുന്നത്ത് വീട്ടിൽ 38 വയസ്സുള്ള ആഷിർ, എടക്കഴിയൂർ തെക്കേ മദ്രസ പണിക്ക് വീട്ടിൽ ചാലിൽ വീട്ടിൽ 40 വയസ്സുള്ള ഷംസീർ എന്നിവരെയാണ് ചാവക്കാട് എസ്ഐ ശരത് സോമന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. നിരോധിത ലഹരി ഉൽപ്പന്നമായ ഹാൻസ് ഉപയോഗിക്കുന്നയാളോട് നിരോധിത ലഹരി ഉൽപ്പന്നമാണെന്നും അതിന് പിഴയടക്കണമെന്നും ആവശ്യപ്പെട്ട ചാവക്കാട് എക്സൈസ് റേഞ്ച് ഓഫീസിലെ റേഞ്ച് ഇൻസ്പെക്ടറെയും കൂടെയുണ്ടായിരുന്ന എക്സൈസ് ഉദ്യോഗസ്ഥരെയും പ്രതികൾ ഭീഷണിപ്പെടുത്തുകയും അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്ത സംഭവത്തിലാണ് അറസ്റ്റ്. ഇക്കഴിഞ്ഞ 22-ന് വൈകിട്ട് 6:30ഓടെയായിരുന്നു കേസിനാസ്പദമായ സംഭവം. എടക്കഴിയൂർ ഭാഗങ്ങളിൽ കഞ്ചാവ് വിൽപ്പന നടക്കുന്നുണ്ടെന്ന രഹസ്യവിവരം ലഭിച്ചതനുസരിച്ചാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയത്. വഴിയരികിൽ നിന്ന് 2 പേർ നിരോധിത ലഹരി ഉൽപ്പന്നമായ ഹാൻസ് ഉപയോഗിക്കുന്നത് കണ്ട് ഇവരോട് നിരോധിത ലഹരി ഉപയോഗിച്ചതിന് പിഴയടക്കണമെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടു. ഇതുകേട്ട പ്രതികൾ പ്രകോപിതരാവുകയും എക്സൈസ് ഉദ്യോഗസ്ഥരോട് തട്ടിക്കയറുകയും അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും കയ്യേറ്റം ചെയ്യുകയുമായിരുന്നു. എക്സൈസിന്റെ ഔദ്യോഗിക വാഹനത്തിൽ കയറ്റിയ പ്രതികളിൽ ഒരാളെ കൂടെയുണ്ടായിരുന്ന പ്രതി ബലം പ്രയോഗിച്ച് ഇറക്കിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ഇയാൾ സ്ഥലത്തു നിന്നും രക്ഷപ്പെടുകയും ചെയ്തു. എന്നാൽ കസ്റ്റഡിയിലെടുത്ത ഒരു പ്രതിയുമായി ചാവക്കാട് പോലീസ് സ്റ്റേഷനിലെത്തിയ എക്സൈസ് സംഘം ചാവക്കാട് പോലീസ് സ്റ്റേഷൻ SHO മുൻപാകെ പരാതി നൽകുകയായിരുന്നു. തുടർന്ന് അന്വേഷണം നടത്തി രക്ഷപ്പെട്ട പ്രതിയെ പോലീസ് പിടികൂടി. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ലഹരിക്കെതിരെ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുന്നവർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഇൻസ്പെക്ടർ SHO VV വിമൽ അറിയിച്ചു. ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്.